കൂർക്കം വലി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ലേ. ഈ കൂർക്കം വലി ഹാർട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓയ്യോ ഭയങ്കര ബന്ധമാണ്. മോസ്റ്റ് കോമൺ കോസ്. അപ്പോൾ നമ്മൾ ഈ കൂർക്കം വലിയുള്ള ആൾക്കാരെ നന്നായി ശ്രദ്ധിക്കണം അല്ലേ? അതെ അതെ. ഇപ്പം ഡോക്ടർ തോന്നുന്നുണ്ട് ഇപ്പം ഈ കോവിഡ് വന്നതിന് ശേഷം ഈ കോവിഡിന് വേണ്ടിയുള്ള വാക്സിൻസ് എടുത്തവരിൽ കുട്ടികളിലും ഈ ടീനേജേഴ്സിലും ഒക്കെ ഈ പറഞ്ഞ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? Teenagers വന്നപ്പോൾ they all got, there was a good size spike in the number of children who got affected with the heart function. പക്ഷെ അത് ട്രാൻസിയൻ്റ് ആയിരുന്നു, റിക്കവർ ചെയ്ത് എല്ലാം വന്ന്. അത് ഇപ്പം അങ്ങനെ ഞങ്ങൾ കാണുന്നില്ല. ഒരിടക്ക് ഇങ്ങനെ ഒരു സ്പൈക്ക് പോലെ വന്ന് അത് ഇതിൻ്റെ ഇപ്പോൾ പോയി. ബട്ട് ദേ ഹാവ് ഓൾ റിക്കവേർഡ് ടു നോർമൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഡൾട്ട് എന്ന രീതിയിൽ ഒരു ഹാർട്ട് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒരു ഡെഫിനറ്റ് ഏജ് മുതൽ? സോ മസിൽ സ്ട്രെങ്തൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലേ? അതിന് സോ ഹാർട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പം ഹാർട്ടിൻ്റെ സോ ഓബ്വിയസ്ലി വർക്ക് ലോഡ് കൂട്ടരുത്. ലൈക്ക് ഇഫ് ഇറ്റ്സ് ലൈക്ക് ഹാവിങ് ഒരു വലിയ വീടാണെങ്കിൽ ഒരു വലിയ പമ്പ് വേണം. അപ്പോൾ നമ്മൾ വലിയതാകരുത്. കീപ് യുവർ സെൽഫ് ഇൻ ദ നോർമൽ ബോഡി സൈസ് സോ ദാറ്റ് യുവർ ഹാർട്ട് ഡസ് നോട്ട് ഹാവ് ടു വർക്ക് മോർ. ഇപ്പോൾ ഒരു പമ്പ് ഭയങ്കര ഫോഴ്സിൽ അടിക്കുമ്പോൾ ആ പൈപ്പ് എല്ലാം will get wear and tear. So വെയിറ്റും ഫാറ്റ് ഒക്കെ ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷറിൽ വേണം ഈ പമ്പ് അങ്ങോട്ടെല്ലാം. ഇപ്പോൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യണം, ഡയബറ്റീസ് വരാതെ നോക്കണം. യൂഷ്വലി ഓൾ ദീസ് പ്രോസസ്ഡ് ഫുഡ്, ഇപ്പോൾ US നിന്ന് തന്നെ എല്ലാ ഫുഡും ഇപ്പോൾ എല്ലാവരും ബർഗറും ഇതൊക്കെയല്ലേ കഴിക്കണം. അത് നിർത്തണം. റിയലി അവോയ്ഡ് പ്രോസസ്ഡ് ഫുഡ്. പ്രോസസ് എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് ഡസൻറ്റ് ലുക്ക് ലൈക്ക് നമ്മുടെ നേച്ചറിൽ നിന്ന് വന്ന പോലെ. ഒരു ബർഗർ നേച്ചറിൽ നിന്ന് എവിടെ കിട്ടൂല. ചിക്കൻ 65 അല്ല എന്താണ് പറയുന്നത്, പോപ്കോൺ ചിക്കൻ, അങ്ങനെയല്ല ചിക്കൻ ഇരിക്കുന്നത്. ഓൾ ദീസ് തിങ്സ് വിച്ച് ഡു നോട്ട് ലുക്ക് നാച്ചുറൽ ഇസ് പ്രോസസ്ഡ്. പ്രോസസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര ഇൻഫ്ലമേഷൻ നടത്തും. പിന്നെ ഇൻസുലിൻ കൂട്ടും. അത് ഇത് ചെയ്യാൻ വേണ്ടി, ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബോഡിയിലോട്ട് കയറ്റാം. അതൊക്കെ ബോഡിയിൽ ഭയങ്കര ഇതായിട്ട് മാറും. നമ്മൾ ECG എടുക്കുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇക്കോ കാർഡിയോഗ്രാമും ഇലക്ട്രോ കാർഡിയോഗ്രാമും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഓഫ് കോഴ്സ്. ഈ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യണത് ഒരു പമ്പാണ്. ആ പമ്പ് വർക്ക് ചെയ്യണത് ഒരു ഇലക്ട്രിസിറ്റി പോണതുകൊണ്ടാണ്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി എങ്ങനെ പോണ് അത് വെച്ച് നമുക്ക് കുറേ ഇൻഫർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ഞാൻ എൻ്റെ ഷാഡോ കണ്ടിട്ട് എൻ്റെ കൈ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ ഇലക്ട്രിസിറ്റി എങ്ങനെ പോണ് അത് വെച്ചിട്ട് യു മേക്കിംഗ് എൻ അസംഷൻ ഹൗ ദ ഹാർട്ട് ഇസ് ഫങ്ഷനിങ്. അപ്പം അതാണ് നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇലക്ട്രിക്കൽ കറണ്ട് നോക്കണത്. എല്ലാ ആംഗിളിൽ നിന്നും നോക്കും. നമ്മളൊരു മോഹം ഇങ്ങനെ നോക്കണ പോലെ എല്ലാ ആംഗിളിൽ നിന്നും നോക്കും. അതാണ് ECG. എക്കോ കാർഡിയോഗ്രാം നമ്മൾ അൾട്രാസൗണ്ടിന് ഹാർട്ടിന് ചെയ്യുമ്പോൾ എക്കോ കാർഡിയോഗ്രാം എന്ന് പറയും. നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യില്ലേ, അപ്പോൾ നമ്മൾ ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ കാണാൻ പറ്റും. ഇലക്ട്രിസിറ്റിയിലാണ് നോക്കണത്. നമ്മൾ യു ലുക്കിംഗ് അറ്റ് ഹൗ ദ ബ്ലഡ് ഇസ് ഫ്ലോയിങ്, വാൽവ് എങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്, ഹാർട്ട് മസിൽ എത്ര തിക്നെസ് ഉണ്ട്, എങ്ങനെ വർക്ക് ചെയ്യണം. അത് ഒരു ഇമേജ് ആണ്. മറ്റേതൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്പൈക്ക് പോലെ രണ്ടും അതിന്റെ വേരിയേഷൻ വെച്ചിട്ടാണ് മനസ്സിലാക്കുക. മറ്റേത് പേപ്പറിൽ ECG നമ്മളിങ്ങനെ കാണൂല, അതൊരു ECG. അൾട്രാസൗണ്ട് മറ്റേ ഹാർട്ട് ബീറ്റ് ചെയ്യണം. അൾട്രാസൗണ്ട് ഹാർട്ടിനെ നോക്കുമ്പോൾ എക്കോ കാർഡിയോഗ്രാം എന്ന് പറയും. അപ്പം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഹാർട്ടാണ്. കാരണം പമ്പ് ചെയ്യുകയാണല്ലോ. അപ്പം ഹാർട്ടിന് കാർഡിയോളജിസ്റ്റിന് ചോദിച്ചാൽ അവരങ്ങനെ പറയും. ബ്രെയിൻ ന്യൂറോളജിസ്റ്റിന് കിഡ്നി സ്പെഷ്യലിസ്റ്റ് കിഡ്നി എന്ന് പറയും. ഇതെല്ലാം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ജനിക്കുമ്പോൾ മുതലേ? ഇപ്പം ഈ പറഞ്ഞ നമ്മളാണെങ്കിലും നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു ഫുൾ ഡേ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ടയർഡാവും. ഈ പറഞ്ഞ ഹാർട്ടിനൊരു റെസ്റ്റ് കൊടുക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? സോ അത് ഹാർട്ടിന് റെസ്റ്റ് കൊടുക്കണം. അല്ല, ചില വീഡിയോസ് ഇട്ടിട്ട് അതായത് നമ്മളിങ്ങനെ ബർഗർ കഴിക്കുമ്പോഴത്തേക്ക് ഹാർട്ട് പിന്നെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പെപ്സി കുടിക്കുമ്പോൾ പിന്നെ അത് പമ്പ് ചെയ്യുന്നു, പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നു, പമ്പ്. അപ്പം ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിലും ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതിനൊരു ഒന്ന് കാം ഡൗൺ ചെയ്തിട്ട് കൂളൻ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല ഹാർട്ടിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മൾ സാധാരണ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ ഹിറ്റ് ട്രെയിനിങ്, ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് ഹാർട്ടിന് വർക്ക് ചെയ്യിപ്പിക്കണം. സോ ദാറ്റ് ഹാർട്ടിന് ബ്ലഡ് വെസൽസ് കൂടുതൽ വർക്ക് ചെയ്യും. ഇത് നമ്മൾ എക്സസൈസ് ചെയ്യാതെ കാലിനൊരു റെസ്റ്റ് കൊടുക്കട്ടെ എന്ന് അതേപോലെ ഇരിക്കും. അപ്പോൾ അത് യു ഹാവ് ടു നോട്ട് ഡീകണ്ടീഷൻ ദ ഹാർട്ട്. അത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഡോണ്ട് വോണ്ട് ടു നമ്മളൊരു കുതിര അല്ലെങ്കിൽ കുതിരേനെ അടിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നാൽ കുറെ കഴിയുമ്പോൾ ടയർഡായി വീഴും. അതേപോലെ ദർ ആർ
നമ്മുടെ സ്ട്രെസ്സും മറ്റു മറിച്ചതൊക്കെ ഹാർട്ടിന് നമ്മൾ കിടക്കുമ്പോഴേ വെറുതെ ഇങ്ങനെ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് വരരുത്. നമ്മൾ ഉറങ്ങുമ്പോൾ ശരിയാണ് റെസ്റ്റ് വേണം, പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് തടിയുണ്ട്, സ്ലീപ്പ് ആപ്നിയ വന്ന് ബ്ലഡ് പ്രഷർ കൂടും. ഏറ്റവും കോമൺ കോസാണ് ഹാർട്ടിൻ്റെ പ്രശ്നത്തിൽ സ്ലീപ്പ് ആപ്നിയ. അപ്പോൾ ഈ കൂർക്കം വലിയ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടും വേറെ എല്ലാത്തിനെയും റെസ്റ്റ് ചെയ്യണേണ്. ഈ പറഞ്ഞപ്പോഴേ ഈ കൂർക്കം വലി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ലേ, ഈ കൂർക്കം വലി ഹാർട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓയ്യോ ഭയങ്കര ബന്ധമാണ്. ഇറ്റ്സ് എ വെരി കോമൺ അസോസിയേഷൻ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈ ബ്ലഡ് പ്രഷർ ഇൻ അഡൾട്ട്സ്, സെക്കൻഡറി കോസ് എന്ന് പറയും. ഒന്ന് സാധാരണ ബ്ലഡ് പ്രഷർ തന്നെ, വേറൊരു കാരണം കൊണ്ട് വരുന്ന കോസിൽ ഏറ്റവും കോമൺ കോസ് സ്ലീപ്പ് ആപ്നിയാണ്. ഏറ്റവും കോമൺ കോസ് ഓഫ് റിതം അബ്നോമാലിറ്റീസ്, ഏട്രിയൽ ഫ്ലട്ടർ എന്നൊക്കെ വരുന്നത്. സോ ഇഫ് യു വാണ്ട് ടു treat those things effectively, you have to treat sleep apnea. അപ്പോൾ നമ്മൾ ഈ കൂർക്കം വലിയുള്ള ആൾക്കാരെ നന്നായി ശ്രദ്ധിക്കണം അല്ലേ? അതെ അതെ. അവരെ നമ്മൾ എത്രയും വേഗം ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹാർട്ട് കാർഡിയാക് സർജൻ ഒക്കെ കാർഡിയാക് സർജൻ അല്ല, കാർഡിയോളജിസ്റ്റ് അല്ല, you have to get the sleep apnea treated. നമ്മൾ ബൈപാപ്പ് അല്ലെങ്കിൽ കൂടുതലായിരിക്കും തടി കൂടുതലായിട്ടായിരിക്കും ഡയറ്റ് കൺട്രോൾ, or you have to get the സ്ലീപ്പ് ആപ്നിയുടെ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ ഈ ഉറക്കം ഒഴിക്കുന്ന ആൾക്കാരില്ലേ, രാത്രിയൊക്കെ നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ വർക്കൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ, അപ്പോൾ ഈ ഉറക്കം ഒഴിക്കുന്നത് ഹാർട്ടിനെ ബാധിക്കുമോ? അതെ, എല്ലാം ഓട്ടോണോമിക് സിസ്റ്റം മുഴുവൻ ബാധിക്കും. അത് ഈ നമ്മളിപ്പം നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഡ്യൂട്ടി കഴിയുന്ന ആൾക്കാർ, അത് മെജോറിറ്റി എല്ലാ സെക്ടറിലും ഉണ്ട്. ഇപ്പം മെഡിക്കൽ സെക്ടറിലും ഉണ്ട്, എല്ലാ സെക്ടറിലും ഉണ്ട്. അപ്പം ഇവരുടെ ടോട്ടൽ ലൈഫ് സ്റ്റൈലെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കണം. രാത്രിയിൽ പണിയെടുക്കുക, രാവിലെ വന്ന് കിടന്നുറങ്ങുക. അപ്പം പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ മണിക്കൂർ എണ്ണിക്കഴിഞ്ഞാൽ കൃത്യ എമൗണ്ട് ഓഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ബാധിക്കുന്നുണ്ടോ ആക്ച്വലി? ഡോക്ടേഴ്സിന്റെ ലൈഫ് സ്പാൻ കുറവാണ് കമ്പയർഡ് ടു റെഗുലർ പീപ്പിൾ. കാര്യം സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, രാത്രി ഉറങ്ങാണ്ടിരിക്കുന്നവരുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അത് ഞാൻ പറയണത് it's common knowledge, but there is economics behind all these things. So you have to protect yourself. നല്ല റെസ്റ്റ് കൊടുക്കണം. യു കാൺ ഇപ്പോൾ തന്നെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ റൂളാക്കി മാൻഡേറ്റ് ചെയ്താണ് ഞങ്ങൾ കട്ട് ഷോർട്ട് ചെയ്തേക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ റൂൾസ് ഒന്നും ഇല്ലായിരുന്നു. രാവിലെ പോയാൽ പിറ്റേ ദിവസം വൈകുന്നേരമാണ് വീട്ടിൽ വരുന്നത്. പിന്നെ ഒരു 5 മണിക്കൂർ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം തുടങ്ങും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. എത്ര ഡോക്ടേഴ്സ് മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പേഷ്യൻസ് മരിക്കും. അപ്പം സോ ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സാർ ഇത്രയും ഒരു വാസ്റ്റ് നോളേജ് തന്നതിന് താങ്ക്സ് a lot for coming. It's my pleasure. Thank you. It's my privilege. Thank you for having me.